നമസ്കാരം. ചൈനയിലെ വുഹാനിൽ 5 വർഷം മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകമാകെ നിശ്ചലമാക്കിയാണ് കടന്നുപോയത്. ഇപ്പോഴിതാ ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് വ്യാപനം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ചൈനയിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്നാണ് വിവരം. ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞിരിക്കുന്നു. ചൈന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് എന്നും എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളെന്നും നമുക്ക് പരിശോധിക്കാം. ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അഥവാ HMPV. സാധാരണ സന്ദർഭങ്ങളിൽ ഇത് ചുമ, ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു. ചെറിയ കുട്ടികളിലും പ്രായമായവരിലും HMPV ഗുരുതരമായേക്കാം. പ്രതിരോധശേഷി കുറഞ്ഞവരിലും വൈറസ് ഗുരുതരമായി മാറും. ഒരു അപ്പർ റെസ്പിറേറ്ററി അണുബാധയാണ് HMPV. എന്നാൽ ഇത് ചിലപ്പോൾ ന്യൂമോണിയ, ആസ്മ, ഫ്ലെയറപ്പ് പോലെയുള്ള ലോവർ റെസ്പിറേറ്ററി അണുബാധയ്ക്ക് കാരണമാകാം. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് ഉള്ളവരിൽ സ്ഥിതി വഷളാകാനും സാധ്യതയുണ്ട്. 2001 US സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ HMPV കണ്ടെത്തുന്നത്. രോഗം പടരാതിരിക്കാൻ കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകണം. കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക. ജലദോഷം പോലെയുള്ള ലക്ഷണങ്ങളുള്ളവർ പുറത്തിറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മാസ്ക് ധരിക്കണം. നിലവിൽ HMPVക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയൊന്നും ഇല്ല. വാക്സിനും കണ്ടെത്തിയിട്ടില്ല. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പരിചരണം കൊടുക്കുന്നത്. തീവ്രതയെ ആശ്രയിച്ച് രോഗത്തിന്റെ ദൈർഘ്യം വ്യത്യാസപ്പെടാം. സാധാരണ ഇൻക്യുബേഷൻ കാലയളവ് 3 മുതൽ 6 ദിവസം വരെയാണ്. കോവിഡിന് സമാനമായ ചുമ, പനി, ശ്വാസതടസ്സം, തൊണ്ടവേദന തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ HMPV പ്രകടമാക്കും. 2024 ഏപ്രിലിൽ വൈറോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് കോവിഡിന് ശേഷം ചൈനയിലെ ഹെനാനിൽ HMPV കേസുകൾ വർദ്ധിച്ചു. 2023 ഏപ്രിൽ 29 ജൂൺ 5 ഇടയിൽ എല്ലാ ദിവസവും HMPV അണുബാധകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നന്ദി, നമസ്കാരം.